ഇഫ്താറിനായാലും ഏതൊരു സൽക്കാരത്തിനായാലും നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരിക്കും പോളകൾ. അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റി പോള ആയാലോ. അപ്പോൾ ഇതിൻ്റെ പേര് പുതിയാപ്പിള പോള എന്നാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂരുകാർക്ക് മെയിനായിട്ട് പുതിയാപ്പിളമാർക്ക് കൊടുക്കാറുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോള തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് പുതിയാപ്പിള പോള എന്ന് വിളിച്ചതാണ്. അപ്പോൾ നമ്മുടെ പുതിയാപ്പിള പോളയ്ക്കായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. അപ്പോൾ അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. പഴുപ്പ് കുറഞ്ഞതും വേണ്ട, ഒരുപാട് അങ്ങ് പഴുത്തതും വേണ്ട. ഇതുപോലെ കോയിൻസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്കിതിനൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു തവയിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ പഴം വാട്ടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ വാട്ടിയെടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ബ്രൗൺ കളറായിട്ട് 2 സൈഡും വരുന്ന രീതിയിൽ വാട്ടിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ടും അതുപോലെ കാണാനും കുറച്ചൊരു ഭംഗി ഉണ്ടാവും ഈ ഒരു പഴം വാട്ടിയതിൻ്റെ ലെയർ. അപ്പോൾ നമ്മുടെ പോളയ്ക്കുള്ള ഒരു ലെയറാണ് ഈ ഒരു പഴം വാട്ടിയത്. അതവിടെ റെഡിയായി. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്കായിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര, അതുപോലെ ഒരു 1/4 സ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്നും ഗോൾഡൻ കളറായി വരും. അതുപോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് നന്നായിട്ട് തന്നെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം. ആ രീതിയിൽ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി അടുത്തതായിട്ട് ഒരു 5 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വിട്ടുപോയാണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കാഷ്നട്ടും അതുപോലെ റൈസിൻസും ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോള ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി. അപ്പോൾ പോള സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബ്രെഡ് വേണം. ഞാൻ ആദ്യം 10 ബ്രെഡിൻ്റെ പീസാണ് എടുത്തത്. ഇതിപ്പോൾ ചെറിയ ബ്രെഡ് പീസാണ്. അതുകൊണ്ട് തന്നെ 15ഓളം ബ്രെഡ് പീസസ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ സൈഡോട് കൂടി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് കൊണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടി ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് വെച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് മിക്സിയുടെ ജാറിട്ട് പൊടിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു ബോട്ടിൽ ഫ്രിഡ്ജിൽ കുറേ കാലം നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു പോള സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഫില്ലിംഗ് എല്ലാം റെഡിയായി. അതുപോലെ തന്നെ പഴം വാട്ടിയത് റെഡിയായി. പിന്നെ മുട്ടയുടെ മിക്സ്. അപ്പോൾ പഞ്ചസാര ഞാൻ നല്ലൊരു എന്താ പറയുക അത്യാവശ്യം ഉള്ള ഒരു മധുരത്തിനാണ് പറഞ്ഞിട്ടുള്ളത്. 3 ടേബിൾ സ്പൂണ്. നല്ല മധുരം വേണ്ടവർക്ക് 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാനിൽ ഞാൻ കുറച്ച് ഗീ തടവിയിട്ടുണ്ടായിരുന്നു സൈഡിലും അതുപോലെ അടിഭാഗത്തുമായിട്ട്. എന്നിട്ട് നമ്മുടെ ഓരോ ബ്രെഡ് പീസസ് എടുത്തിട്ട് നമ്മൾ മുമ്പേ ചെയ്തിരുന്നല്ലോ ഒരു പഫ്സ് പോള, അതിലൊരു ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു എഗ്ഗിൻ്റെ ബാറ്ററിൽ മിക്സ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് നമുക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല, വിട്ടുപോയതായിരുന്നു. സാധാരണ ഞാൻ പാലും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഈ ഒരു ബ്രെഡ് എല്ലാ വശത്തും ഇതുപോലെ വെച്ച് കൊടുക്കുക. ചെറിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാപ്പൊക്കെ ചെറിയ ബ്രെഡ് പീസസ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് പഴം വെച്ച് കൊടുക്കണം. നമ്മൾ പഴം വാട്ടി വെച്ചല്ലോ ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഈ ഒരു പോളയ്ക്ക് പുതിയാപ്പിള പോള എന്ന് പേരിടാൻ കാരണം നമ്മുടെ നാട്ടിൽ പുതിയാപ്പിളമാർക്ക് സാധാരണ രാവിലെ കൊടുക്കുക പഴം വാട്ടിയത് അല്ലെങ്കിൽ ബ്രെഡ് വാട്ടിയത് മുട്ട ഇത് വെച്ചിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത് പുതിയാപ്പിള പോള എന്നുള്ളത്. അങ്ങനെ പഴം വാട്ടിയതിൻ്റെ ലെയർ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു തേങ്ങയുടെ ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങയുടെ ഫില്ലിങ്ങിലും നിങ്ങൾ മധുരം നിങ്ങളുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയുടെ ഫില്ലിങ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പഴം വാട്ടിയത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ഗോൾഡൻ കളറായിട്ടുള്ള പഴം വാട്ടിയത് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡ് കൊണ്ട് ഇതുപോലെ മുകൾ ഭാഗത്തും ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാ വശത്തും വരുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഇതിപ്പോൾ മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മുട്ടയുടെ മിക്സ് ബാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരു മുട്ട കൂടി എടുത്തിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പാല് മുട്ടയുടെ മിക്സിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ച് പാല് കൂടി ചേർക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ഒരു 5 മുട്ട. പിന്നെ ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പഴം വാട്ടിയതും അതുപോലെ തന്നെ കാഷ്യൂനട്ടും റൈസിൻസും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. അടിയിലൊരു ചെറിയൊരു അടപ്പും കൂടി വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് പാൻ വെച്ചത്. അപ്പോൾ നമുക്ക് കുക്കായോന്ന് സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളറ് മാറി ബ്രൗൺ കളറായി വരുന്ന ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു സമയത്ത് മുകൾ ഭാഗം ചെറിയൊരു വെറ്റായിട്ട് തന്നെയാണ് ഉണ്ടാവുക ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു പാനിലേക്ക് വെച്ചിട്ട് ഇതുപോലെ മാറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാകും പോള. ഇപ്പോൾ അടിവശമൊക്കെ കറക്റ്റാണ്, നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകൾ വശവും കൂടി ഒന്നങ്ങ് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിലപ്പോൾ നിങ്ങളെടുക്കുന്ന പാനിൻ്റെ തിക്നെസ്സിനും അതുപോലെ തന്നെ നിങ്ങളെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും ഇത് കുക്കായി. ബ്രെഡാണല്ലോ, ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ ആ ഒരു മുട്ടയുടെ ആ ഒരു വെറ്റായിട്ടുള്ളത് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം, അപ്പോഴും നമുക്ക് കുക്കായി എന്ന് കാണാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ. അതുപോലെ തന്നെ ഇത് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇഫ്താറിനൊക്കെ പറ്റി നമുക്ക് മുന്നേ ഉണ്ടാക്കി വെച്ചാലും തണുത്തതിന് ശേഷവും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചൂടോടുകൂടി കഴിക്കേണ്ടതൊന്നുമല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്